നിമിഷപ്രിയയുടെ മോചനത്തെക്കുറിച്ച് ഇനിയും ആശങ്കകൾ അവശേഷിക്കുകയാണ്. അതായത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം എടുക്കുന്ന നിലപാടാണ് ഇനി നിർണായകമാകുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ഒരു കടുത്ത നിലപാട് തുടരുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. ഇനി എന്താണ് നിമിഷപ്രിയയ്ക്ക് മുമ്പിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം മധ്യസ്ഥ ചർച്ച പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് എന്ന് പറയാം. അതായത് നിമിഷപ്രിയയുടെ ഈ പ്രശ്നം, അതായത് ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് ശിക്ഷ കാത്തു കിടക്കുന്ന അവസ്ഥയിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലോകം മൊത്തം നമ്മളെ നിരീക്ഷിക്കുകയാണ്. നമ്മളുടെ അഭിപ്രായം എന്താണ്, പൊതുജന അഭിപ്രായം എന്താണ്, പബ്ലിക് ഒപ്പീനിയൻ എന്തായിട്ടാണ് വരുന്നത്, ഇവിടെ എങ്ങനെയാണ് അതിനെ കാണുന്നത്, അറബ് രാജ്യങ്ങളുടെ ഈ ശിക്ഷ നടപ്പാക്കലിനെ എങ്ങനെ വിലയിരുത്തുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പ്രത്യേകിച്ച് യമനിലെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്, അറബ് രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു നിർണായകമാകുന്നു എന്നുള്ളത് അറിയാതെയാണ് ഇവിടെ ഈ പറയുന്ന പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ പോയത് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളവരെല്ലാം ദയാധനം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദയാധനമല്ല, ശരിക്കും ദിയാധനമാണ്, അതിൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചർച്ചയോടുകൂടി തന്നെ ഈ മാപ്പ് നൽകുന്നതിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഉള്ള കാര്യം അങ്ങ് അടയുകയും ദിയാധന പണം കൊടുത്ത് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ ചർച്ച വഴിമാറി എന്നതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഇതാണ് വ്യക്തമാക്കുന്നത്. ദയാധനം സ്വീകരിക്കില്ലെന്നും ഈ ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടൂ എന്നുമാണ് ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ പറയുന്നത്. അപ്പോൾ ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് അത് ഏറെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് ആ കുടുംബം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം മുഴുവൻ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്ന ചില ആൾക്കാരുണ്ട്. സുന്നി ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി കാന്തപുര AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്വേഷ പ്രചാരണം ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയെന്നാണ്. എങ്ങനെയാണ് ഇത് തടസ്സമുണ്ടാക്കിയതെന്നും കൂടെ ഒന്ന് അറിയണം. അതായത് നമ്മളെ സഹായിക്കാനായിട്ട് അവിടെ യമനിലുള്ള ഒരു സൂഫി പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ എന്ന് പറയുന്ന ഒരു സൂഫി ഗുരുവാണ്. സുന്നി ഗുരു പോലും അല്ല, സൂഫി ഗുരുവാണ്. അതായത് ഇന്ത്യൻ കൾച്ചറുമായിട്ടൊക്കെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾ. അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകൾ യമനിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അത് പ്രചരിച്ചതോടുകൂടി തന്നെ അദ്ദേഹത്തെ അവഹേളിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് വാദിക്കുന്നത് എന്നുള്ള ചോദ്യം അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു. ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന വിവരം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം പറഞ്ഞത് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി അതിനോടൊപ്പം നിന്ന് വേണം പോകാൻ എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്നുള്ള വിരുദ്ധമായിട്ട് ആ കുടുംബത്തെ കുറ്റപ്പെടുത്താൻ, ഈ പറയുന്ന സൂഫി ഗുരുവിനെ കുറ്റപ്പെടുത്താനൊക്കെയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പലതും ശ്രമിച്ചത് എന്നുള്ളത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. അതായത് മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം, ഒരു ശരീഅത്ത് നിയമം നിലവിലുള്ള ഒരു രാജ്യത്ത് അവിടെ നിന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ തിരികെ കൊണ്ടുവരിക, അത് ഒഴിവാക്കി തിരികെ കൊണ്ടുവരണമെങ്കിൽ അതിനകത്തുള്ള അവസാന കടമ്പ എന്ന് പറയുന്നത് ആ കുടുംബം മാപ്പ് നൽകുക എന്നുള്ളതാണ്. അവർ മനുഷ്യത്വമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ഈ പറയുന്ന ശരി ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു, നിങ്ങൾ ഇത് സ്വയം തിരുത്തി മാപ്പ് നൽകുമ്പോൾ നിങ്ങൾ സ്വയം തിരുത്തി നല്ല മനുഷ്യരായി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രത്യാശയോടുകൂടിയാണ് അവർ ഈ പറയുന്ന മാപ്പ് നൽകുന്നത്, അല്ലാതെ പണം മാത്രം ആഗ്രഹിച്ചിട്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കവേ തന്നെ ഇവിടെ വലിയ തോതിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നത് അവിടെ തിരിച്ചറിയാവും. ഈ പറയുന്ന മുസ്ലിം ഭരണകൂടത്തെയോ ഇല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരെയോ ഇല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ അവഹേളിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും ഒരിക്കലും തിരുത്താൻ സാധ്യതയില്ലാത്ത ഒരു സമൂഹമാണ്, അതിൻ്റെ പ്രതിനിധികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രേ, അപ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടി മാപ്പ് നൽകണം എന്നവർ ചോദിക്കും. അവർ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞു. വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ, തെളിവുകളെല്ലാം നിമിഷപ്രിയയ്ക്ക് എതിരുമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാപ്പ് നൽകുക. വ്യവസ്ഥിതി അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി അവരിൽ നിന്ന് മാപ്പ് ചോദിച്ച് വാങ്ങിച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏക മാർഗം.
അതിന് ശ്രമിക്കാത്തടത്തോളം കാലം, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കാത്തടത്തോളം കാലം നമ്മളുടെ സമൂഹം നമ്മളുടെ കൂടപ്പിറപ്പിനെ മറക്കുന്ന ഒരു നെറികെട്ട സമൂഹമായിട്ട് മാറും. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അവരുടെ ഓഫീസർ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഈ പറയുന്ന വിദ്വേഷ പ്രചാരണം ശരിയല്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിനകത്ത് സൗദി ജയിലിലായ അബ്ദുൾ റഹീമിന് വേണ്ടി പണം സ്വരൂപിച്ച് അങ്ങോട്ട് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇവിടെ വിദ്വേഷ പ്രചരണം തുടങ്ങിയില്ലേ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും? നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഇപ്പോൾ ആരുടെ കാര്യത്തിൽ, നിമിഷപ്രിയയുടെ കാര്യത്തിനകത്ത് പണം സ്വരൂപിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഈ പറയുന്ന കേരളത്തിലെ ഈ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അതിനൊപ്പം നിൽക്കുക. അതിലൊന്നും യാതൊരു ഇതുമില്ല. ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തേക്ക് വർഗീയതയൊന്നും കേരളത്തിൻ്റെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് തിരിച്ചറിയുക. അത് സ്വയം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് തന്നെ 24 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൻ്റെ ശരിയായിട്ടുള്ള ഗുണം ഈ പറയുന്ന വൈകാരിക സോഷ്യൽ മീഡിയ വശമെടുത്ത് മാറ്റിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നമ്മളുടെ രീതി എന്താണെന്ന്, സംസ്കാരം എന്താണെന്നും ഒക്കെ അവരിലെത്തിക്കണമെങ്കിൽ നമ്മൾ ഗുണകരമായി സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, മോശം കമൻറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് നമ്മൾ പുലർത്തേണ്ടത്. ഈ കാര്യത്തിൽ ഇതിനപ്പുറത്തേക്ക് നമ്മളുടെ പ്രതിനിധികൾക്കോ ഇല്ലെങ്കിൽ ഇവിടുത്തെ മതപുരോഹിതന്മാർക്കോ ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പ്രിയ, ഇതിൽ ഈ വിദ്വേഷ പ്രചാരണം മാത്രമല്ല, ഈ ധാർമ്മികതയുടെ പ്രശ്നവും ഉന്നയിക്കുന്നുണ്ട് പലരും. അതായത് ഒരു ക്രൂരമായ കൊലപാതകം ചെയ്ത ഒരു കൊലപാതകയെ എന്തിന് നിങ്ങൾ ന്യായീകരിക്കുന്നു? അതിനകത്ത് വലിയ തർക്കങ്ങളുണ്ട്. അവരെല്ലാം ഇത് ചെയ്തത് എന്ന് അവർ പറയുന്നുണ്ട്. അവർക്കത് അറിയില്ല. അവർ ഇയാളെ കുത്തിവെച്ച് മയക്കി കിടത്തി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യം. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയില്ല. അവർക്ക് ഈ അറബി ഭാഷ, യമനിൻ്റെ ഭാഷ അത്ര വശമുള്ള സ്ത്രീയുമല്ല. അപ്പോൾ ഇവരവിടുത്തെ നിയമവ്യവസ്ഥിതിക്ക് മുന്നിൽ നിശബ്ദയായി നിൽക്കേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താ പറയുക, ആ ധാർമ്മികത കാര്യം ഇവിടെ കുറ്റപ്പെടുത്തുന്നവർക്ക് ശരിക്കും കഥ അറിയാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ ഇത് ധാർമ്മികതയുടെ പ്രശ്നം, ഈ പറയുന്ന വാസ്തവം എന്താണെന്ന് അറിയാത്തതിൻ്റെ, ഇല്ലെങ്കിൽ ശരിക്കും നിമിഷപ്രിയയുടെ ഭാഗം കേൾക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അവരങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം അവർ ഒരുപാട് കൊടിയ പീഡനങ്ങൾ അവിടെ ഏറ്റു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരാളിൽ നിന്ന് അയാൾ ഒരു വ്യാജമായിട്ടുള്ള ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, ഇവിടെ നാട്ടിൽ വന്ന് ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ മോർഫ് ചെയ്ത് വേറൊരു രീതിയിലാക്കി വിവാഹം കഴിച്ചു എന്ന രീതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവരെ തടങ്കലിൽ വെക്കാനും നാട്ടിലേക്ക് പോകാൻ പോലും അനുവദിക്കാത്ത രീതിയിലൊക്കെ നിരന്തരം ഉപദ്രവിച്ചു എന്നുള്ളതും വാസ്തവമാണ്. ഇവരുടെ പണമൊക്കെ അപഹരിച്ചു. അപ്പോൾ ഇവരുടെ ക്ലിനിക്കൊക്കെ സ്വന്തമാക്കി അയാളുടെ കൈവശത്തിൽ വെച്ചുകൊണ്ട് ഇവരുടെ പണം അപഹരിക്കാനും ഒക്കെയാണ് അയാൾ ശ്രമിച്ചത് എന്നുള്ളത് കൃത്യമായ വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് ഇയാളെ നിയമ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് ഈ തലാലിനെതിരെ. അതെ, ഒരു കേസ് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്ത് നിന്നാണ് അവർ രക്ഷപ്പെടാൻ നോക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഇവർക്ക് അറിയില്ല, മറ്റ് ശത്രുക്കൾ ഉണ്ടായിരുന്നായിരിക്കും അയാൾക്ക്. ഈ സ്വഭാവമാണെങ്കിൽ മറ്റ് ശത്രുക്കളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരിൽ ആരെങ്കിലും ആണോ കൊല ചെയ്തത് എന്നുള്ളതിനെ പറ്റി ഇവർക്കറിയില്ല. എന്തായാലും അയാളെ മയക്കി കിടത്തിയിട്ട് അവിടുന്ന് പാസ്പോർട്ടും രേഖകളും എടുത്ത് രക്ഷപ്പെടാനാണ് നോക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ പിടിക്കപ്പെടുകയും പിന്നീട് ഇയാളെ വെട്ടി നുറുക്കി ഒരു വാട്ടർ ടാങ്കിൽ ഇട്ടേക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. നിമിഷപ്രിയ പറയുന്നത് നിമിഷപ്രിയ അല്ല ചെയ്തതെന്നാണ്. നമുക്കും അങ്ങനെ വിശ്വസിക്കാനാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ളത്. കാരണം ഒരു സ്ത്രീയാണ്, ഒറ്റയ്ക്ക് ഇത്തരം കൊലപാതകം ചെയ്യാൻ കഴിയില്ല, ഇവർ മാത്രമാണ് ഇതിലെ പ്രതി എന്നാണ് അവിടുത്തെ നിയമ സംവിധാനം പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി തന്നെ നിമിഷപ്രിയ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മളുടെ നാട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മൾ അവരോടൊപ്പം നിൽക്കുക, ഈ സൂഫി പുരോഹിതനോട് എത്രയും വേഗം ഈ മോചനം സാധ്യമാക്കാൻ വേണ്ടി ഇടപെടൽ നടത്താനായിട്ട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. മോശം കമൻറ്റുകളെല്ലാം ഒഴിവാക്കുക, വിദ്വേഷ കമൻറ്റുകൾ ഒഴിവാക്കുക. ഏറ്റവും പോസിറ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നിമിഷപ്രിയയെ അവിടെ നിന്ന് ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.